CPIM സംസ്ഥാന സെക്രട്ടറി ആര് എന്ന വലിയ ചോദ്യം കുറേ നാളായി രൂപപ്പെട്ടു വന്നിരിക്കുന്ന ഒരു വിഷയമാണ്. MV ഗോവിന്ദൻ ആ പദവിക്ക് ഉയർന്ന രീതിയിലല്ല പ്രവർത്തിക്കുന്നത്. MV ഗോവിന്ദൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ ആന്തൂർ നഗരസഭ ചെയർപേഴ്സൺ ആയിരുന്ന സമയത്ത് നിരവധിയായ അഴിമതി ആരോപണങ്ങൾ അവർ നേരിട്ടതാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെതിരെ മാഫിയ ബന്ധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ MV ഗോവിന്ദനെ വലിയ രീതിയിൽ കൃത്യമായി കോൺഗ്രസ് കടന്നാക്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ MV ഗോവിന്ദൻ ഇനിയും ആ സ്ഥാനത്ത് തുടർന്നാൽ അത് വലിയ കോമാളിത്തരമായി പോകും എന്ന് തന്നെയാണ് CPIM ഇപ്പോൾ കരുതുന്നത്. കുറേയധികം സ്റ്റഡി ക്ലാസ് എടുത്തതുകൊണ്ട് ആരും മഹാന്മാരാകുന്നില്ല എന്നും MV ഗോവിന്ദനെ പോലെ ഒരു ഡ്രിൽ മാസ്റ്റർ എന്ത് അറിഞ്ഞിട്ടാണ് ഇവിടെ വന്ന് വാചക കസരത്ത് നടത്തുന്നതെന്ന് വലിയ രീതിയിൽ ചോദ്യമുണ്ട്. ഗോവിന്ദൻ മാസ്റ്റർ എന്നൊക്കെ വിളിക്കുന്നുണ്ടെങ്കിലും കോൺഗ്രസ്സുകാർ അദ്ദേഹത്തിനെ പുച്ഛത്തോടു കൂടി തന്നെയാണ് കാണുന്നത്. കാരണം കയ്യിലിരിപ്പ് അത്രത്തോളം മോശമാണ് എന്നുള്ളതും അവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹം പ്രസ്താവന നടത്തുമ്പോൾ പൊട്ടിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. PP ദിവ്യയെ സംരക്ഷിക്കുന്ന നിലപാടാണ് MV ഗോവിന്ദൻ തുടക്കം മുതൽ തന്നെ അവലംബിച്ചത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇപ്പോൾ ഇതാ KK ശൈലജയുടെ പേരാണ് CPIM സംസ്ഥാന കമ്മിറ്റിയിൽ സംസ്ഥാന സെക്രട്ടറി പദത്തിൽ ഒരു വനിത എത്തണം എന്ന രീതിയിലേക്ക് വലിയ തോതിൽ ചർച്ച ചെയ്യുന്നത്. എന്നാൽ അതിനെ PK ശ്രീമതിയും അതുപോലെ നിരവധിയായിട്ടുള്ള വനിതാ നേതാക്കളും നഖശികാന്തം എതിർക്കുകയാണ്. അത് കൃത്യമായിട്ടുള്ള അസൂയയും കുശുമ്പും തന്നെയാണ് എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല എന്ന് അഭിപ്രായവും പല കോണുകളിൽ ഉണ്ട്. ഏതായാലും കാഫിർ പ്രയോഗം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ KK ശൈലജയെ വല്ലാതെ അലട്ടിയിരുന്നു. മാത്രമല്ല PPE കിറ്റ് വഴി അഴിമതി, കോടിക്കണക്കിന് അഴിമതി കാണിച്ചു എന്നുള്ള ആരോപണവും KK ശൈലജ നേരിട്ട വിഷയമാണ്. അവരെ വിജയിപ്പിച്ചത് വലിയ ഭൂരിപക്ഷത്തിൽ മട്ടന്നൂരിൽ വിജയിപ്പിച്ചത് വാസ്തവത്തിൽ PR വർക്കിൻ്റെ ഒരു എഫക്റ്റ് ആയിരുന്നു എന്നുള്ളത് വളരെ വൈകാതെ തന്നെ മനസ്സിലായ ഒരു കാര്യമാണ്. അതല്ലെങ്കിൽ പിന്നെ വടകരയിൽ ഇത്രയധികം വോട്ടിന് പരാജയപ്പെടുമായിരുന്നോ എന്ന ചോദ്യം ഉൾപ്പെടെ വരികയാണ്. രാധാകൃഷ്ണൻ്റെ പേരും ഉയർന്നു വന്നിരുന്നു. രാധാകൃഷ്ണൻ മികച്ച ഒരു പോരാളി തന്നെയാണ്. അദ്ദേഹം ഇടത് പ്രതികൂല സാഹചര്യത്തിലും അദ്ദേഹം ആലത്തൂരിൽ നിന്നും 20,000-ലേറെ വോട്ടുകൾക്ക് ജയിച്ച് ആ മണ്ഡലം പിടിച്ചെടുത്തു എന്നുള്ളതാണ്. കോൺഗ്രസിൻ്റെ സീറ്റായിരുന്ന ആലത്തൂരിൽ അവിടുത്തെ സിറ്റിംഗ് MP ആയ രമ്യ ഹരിദാസിനെയാണ് 20,000-ഓളം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയത്. 2019 PK ബിജു എന്ന CPIM-കാരനെ 1,60,000-ഓളം വോട്ടുകൾക്കാണ് രമ്യ ഹരിദാസ് തോൽപ്പിച്ച് കൈ കൊടുത്തത്. എന്നിട്ടും ആ മണ്ഡലം രാധാകൃഷ്ണൻ്റെ വ്യക്തിപ്രഭാവം കൊണ്ട്, CPIM-ൻ്റെ കഴിവല്ല, രാധാകൃഷ്ണൻ എന്ന വ്യക്തിയോടുള്ള ആദരവാണ്, അദ്ദേഹത്തിൻ്റെ സംശുദ്ധ രാഷ്ട്രീയം, അദ്ദേഹത്തിൻ്റെ മികച്ച രീതിയിലുള്ള കർമ്മനിരത ഉൾപ്പെടെയുള്ളത് അവിടെ തെളിവായി അവശേഷിച്ചിരുന്നു. അദ്ദേഹം തൃശ്ശൂർ ജില്ലാ സെക്രട്ടറിയായി CPIM-ന് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ പോലൊരു വ്യക്തി എന്തുകൊണ്ട് ഉയർത്തിക്കൊണ്ടുവരുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ CPIM-ൻ്റെ ഹിഡൻ അജണ്ട പുറത്തു വരികയാണ്. ഇന്നേ വരെ പോളിറ്റ് ബ്യൂറോയിൽ ഒരു പിന്നാക്ക ദളിത് വിഭാഗത്തിൽ നിന്നൊരു ആളിനെ ഒരു പ്രതിനിധിയാക്കാൻ പോലും അവർ ശ്രമിച്ചിട്ടില്ല എന്നുള്ളടത്താണ് CPIM-ൻ്റെ യഥാർത്ഥ ചാതുർവർണ്ണ്യം ഒളിഞ്ഞു കിടക്കുന്നത്.